ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ വെയിലിനൊക്കെ പറ്റിയ നല്ലൊരു കുറച്ച് സൺസ്ക്രീൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ചിലരൊക്കെ പറയാറുണ്ട് നമ്മൾ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന്, ചിലർ പറയാറുണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്താൽ മതിയെന്ന്, ചിലർ പറയാറുണ്ട് കറുത്ത് പോകും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് വിയർത്തൊലിച്ച് പോകാറുണ്ട് അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഈ ചൂട് സമയത്തൊക്കെ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് ഇറങ്ങി കാരണം ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് ഇറങ്ങണത്, നമ്മുടെ ആ ചൂടത്ത് മൊത്തവും വിയർത്തൊലിച്ച് ആകെ മൊത്തത്തിൽ സീൻ ആവത്തല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് സ്കിപ്പ് ചെയ്ത് പോകാറും ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ നമ്മുടെ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻ ചൂസ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സൺസ്ക്രീനും നമ്മൾ ഡെയിലി സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ബഡ്ജറ്റിൽ ഒതുങ്ങണ്ടേ കുറച്ചൊക്കെ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് സൺസ്ക്രീനാണ്, ഒരു 5-6 സൺസ്ക്രീനാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമാണ്, എന്നാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതും എന്നാൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 2-3 ടൈപ്പും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത്, ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഞാൻ എല്ലാം ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ആ ഒരു ഓയിലി ആണോ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആണോ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 6 സൺസ്ക്രീനാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും. മാത്രമല്ല പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ തന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടർന്നും ഉണ്ടാവണം കേട്ടോ എനിക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് തിരിച്ചു വരാവേ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കാണിക്കുന്നത് അറാട്ട സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് MRP കിടക്കുന്ന 499 ആണ്. ആമസോണിലൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ ഒരു 500 രൂപയ്ക്ക് അകത്താണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയത്തേയില്ല, ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്, SPF 50+ ആണ്, PA++ ഒക്കെ ഉള്ളൊരു സൺസ്ക്രീനാണ്. എനിക്ക് നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം ഇത് നമ്മൾ വിയർക്കത്തില്ല കേട്ടോ, സെറ്റ് പ്രൂഫാണ്. ഇതേ കണ്ടില്ലേ, ഒരു വാട്ടർ ബേസ്ഡ് കണക്കിരിക്കും, ഒട്ടും ഓയിലി ആയിട്ട് മുഖം തോന്നില്ല, ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഭയങ്കര ചൂടായിട്ടുള്ള സമയത്ത് നമുക്ക് ഇടാൻ പറ്റിയൊരു സൺസ്ക്രീനാണ്. അടുത്ത UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ്. ഇത് സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ, ഒരു സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീനാണ്. ഇത് SPF 50, PA+++, UVA UVB ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് എല്ലാ സ്കിന്നിനും പറ്റിയതാണെന്നാണ് ഇതിൽ കിടക്കുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷാണ് കേട്ടോ. പക്ഷേ ഇതിടുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വിയർക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ മേക്കപ്പൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര എന്തോ ഒരു ലെയറിങ് പോലെ സംഭവം കിടക്കുന്നതാണൊക്കെ എനിക്ക് തോന്നാറുണ്ട്. സാധാരണ അങ്ങനെ ഒരു ലെയർ പോലെ നമ്മുടെ സൺസ്ക്രീൻ കിടക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കെന്തോ ഇത് ഭയങ്കര മാറ്റ് ഫിനിഷ്, അതേ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഭയങ്കര ആക്നെ പ്രോണൊക്കെ ഉള്ള സ്കിന്നിന് പറ്റിയ സൺസ്ക്രീനാണ് കേട്ടോ ഇതും ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇത് ഇച്ചിരി റേറ്റ് വരുന്നുണ്ട് കേട്ടോ, 500-600 ഒരു റേറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തതാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ്. ഇതും ജെൽ സൺസ്ക്രീനാണ് കേട്ടോ. ഇതും കിടിലം സൺസ്ക്രീനാണ്. ഇത് SPF 55+ ആണ്, PA+++ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട് പ്രിവെൻറ്റ് ടാനിങ് ആൻഡ് സൺ റിലേറ്റഡ് ഏജിങ് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് നോൺ ഓയിലി ആണെന്ന് ഇതിൽ പറയുന്നുണ്ട്, ശരിയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, ജെൽ സൺസ്ക്രീനാണ്. ഇതും ഒരു ഇത്തിരി 500-ന് ഉള്ളിൽ റേറ്റ് വരുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ച ഈ 3 സൺസ്ക്രീനും 500-നുള്ളിൽ റേറ്റ് വരുന്നതാണ്, നല്ലതാണ് കേട്ടോ. ഇതും ചെറുതായിട്ട് എനിക്ക് വിയർക്കാറുണ്ട്, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. ഇത് 3ഉം ഞാൻ എൻ്റെ ഒരു ഓയിലി സ്കിന്നിന് പറ്റിയ ടൈപ്പാണ്. നമുക്കിത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് 3ഉം ഡ്രൈ സ്കിന്നിന് പറ്റില്ല, ആദ്യം തന്നെ അത് പറയാം. ഇനി അടുത്തതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പോൺസിൻ്റെ സൺസ്ക്രീനാണ്. ഇത് SPF 35 ആണ്, PA+++, UVA UVB ഒക്കെ ഉണ്ട്. ഇത് ക്രീം ബേസ്ഡ് സൺസ്ക്രീനാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. MRP തന്നെ 200 രൂപയേ ഉള്ളൂ. ഇത് അതിലും വിലക്കുറഞ്ഞൊക്കെ നമുക്ക് ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ഡെയിലി നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ, കാരണം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണമല്ലോ. പിന്നെ ഇതൊരു മാറ്റ് ഫിനിഷ് ആണോ എന്ന് ചോദിച്ചാലും അല്ല, ഒരു ഓയിലി ടൈപ്പ് ആണോ എന്ന് ചോദിച്ചാലും അല്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്, നമുക്ക് ഡെയിലി ഇടാനൊക്കെ പറ്റിയതാണ്. ഡ്രൈ സ്കിന്നിനും പറ്റും, ഓയിലി സ്കിന്നിനും പറ്റും കേട്ടോ. ആക്നേസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇത് വിയർക്കത്തൊന്നുമില്ല കേട്ടോ, നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ എന്നെ.
അടുത്തതാണ് ലാഷ് ഷീൽഡിൻ്റെ സൺസ്ക്രീനാണ്. ഇതും റേറ്റ് കുറവാണ് കേട്ടോ. ഒരു 200-നുള്ളിലാണ് ഇതിൽ ആമസോണിലൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിലും SPF 50 PA+++ UVA UVB ആണ്. മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. പക്ഷേ ഇത് എനിക്ക് ആക്നേസ് ഒക്കെ ഉള്ള ടൈമിൽ ഞാൻ പിമ്പിളൊക്കെ ഉള്ളപ്പോൾ ഇടുമ്പോഴേ എനിക്ക് പിമ്പിൾ കൂടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ചെറിയൊരു വൈറ്റ് കാസ്റ്റ് കുറച്ച് നേരം ഇടുമ്പോൾ നമുക്ക് ഇതേ തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാലോ, ഇത് ഭയങ്കര ഓയിലിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഓയിലി സ്കിന്നിന് പറ്റുമെന്ന്. ഇത് ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റുമെന്നായിട്ടോ തോന്നുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഓയിലായിട്ട് എൻ്റെ സ്കിന്നിൽ പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ അതേ നോക്കിയിട്ട് തീരുമാനിക്കുക എന്താ വേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത് ബയോട്ടിക്കിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് SPF 50 ആണ്. പിന്നെ UVB ആണ്. PA+++ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ. നമുക്ക് മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. ഇതിൽ സാൻഡൽവുഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് ചെറിയൊരു ഓയിലി ടൈപ്പാണ്. ഇത് കൂടുതലും ഡ്രൈ സ്കിന്നിനാണ് നല്ലത്. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കിത്ര ഇച്ചിരി ഓയിലി ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ കാണിച്ച ലാസ്റ്റുള്ള 3 സൺസ്ക്രീൻ നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാം. ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നോക്കുക. ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ട് ഏത് വേണമെന്ന് നോക്കേ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ടോട്ടൽ ഒരു 6 സൺസ്ക്രീനാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ 3 ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു 200 റുപ്പീസിനുള്ളിലേ വരുള്ളൂ കേട്ടോ. ബാക്കി 3 വന്നിട്ട് ഒരു 500 റുപ്പീസിനുള്ളിലുള്ളതാണ്. പിന്നെ നിങ്ങളത് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ മുഖത്ത് ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണോ ഡ്രൈ സ്കിൻ ആണോ ആക്നെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇതിലേതാണ് നിങ്ങൾക്ക് ചേരുന്നതെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. എല്ലാം കൂടെ വാരിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച എല്ലാ സൺസ്ക്രീനിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ നോക്കിയിട്ടൊന്ന് വാങ്ങിയാൽ മതി കേട്ടോ. മാത്രമല്ല നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ സൺസ്ക്രീൻ റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെല്ലാത്തിനും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. പിന്നെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക. ഞാൻ അതേപോലത്തെ വീഡിയോസ് അടുത്തത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരെയും ടാറ്റാ.